So there definitely is some damage that happened to my health, and was another huge reason of why it was easy for me to retire, because I wasn't willing to make that sacrifice anymore. I was very conscious of bodybuilding is not good for your health. 6 times Mr. Olympia ആയിട്ടുള്ള ക്രിസ് ബം പോലും പറഞ്ഞേക്കുന്നത് ബോഡി ബിൽഡിംഗ് ഒരു അൺഹെൽത്തി പ്രൊഫഷൻ ആണെന്ന്. ആൻഡ് അദ്ദേഹം ഇനി പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലി. വൈ? എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു? കമന്റ് ബോക്സിൽ ഇപ്പോൾ വരാൻ പോകുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവിതത്തിലെല്ലാം നേടി, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ റിട്ടയർ ചെയ്യാം. ബട്ട് ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആ രണ്ടാമത്തെ വശത്തെ പറ്റിയാണ്. വിത്ത് ഓൾ റെസ്പെക്ട്, ലെറ്റ് മീ ടോക്ക്. പ്രൊഫഷണൽസ് അവരുടെ ട്രെയിനിങ്, ഡയറ്റ്, സപ്ലിമെന്റേഷൻ എന്നിവ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ പലരും അതിനെ നോർമലൈസ് ചെയ്യുക. ഇതിന്റെ കൊളാറ്ററൽ ഡാമേജ് എന്ന പോലെ നമ്മുടെ നാട്ടിലെ പല ജിമ്മുകളിലും അനാബോളിക് സ്റ്റിറോയിഡ്സും ഇവരുടെയൊക്കെ സപ്ലിമെന്റേഷനും ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഒരുപാട് എക്സ്പെൻസ് വരുത്തി ഇത്തരത്തിലുള്ള സ്റ്റിറോയിഡ്സും അതിന്റെ റിക്കവറി മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് പോലും ഇവരുടെ ശരീരത്തിൽ ഹെവി മെറ്റൽ ടോക്സിസിറ്റി ആൻഡ് ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ കാര്യമായിട്ടുണ്ട്. കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്യേണ്ടാത്ത സമയം പോലും അവർക്ക് ബോഡി വെയിറ്റിന്റെ 55 മുതൽ 60% വരെ മസിൽ പെർസെന്റേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇതെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോന്യൂട്രിയൻ സഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് സപ്ലിമെന്റേഷൻസും ചെയ്യാറുണ്ട്. ഇതൊക്കെ യൂഷ്വലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുമാണ്. പ്രോട്ടീൻ മെറ്റബോളിസത്തെ പറ്റി മാത്രം സംസാരിച്ചാലും നമുക്ക് ഒരുപാടുണ്ട് പറയാം. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ മെറ്റബോളൈസ് ചെയ്യുമ്പോൾ അമോണിയ ഫോം ചെയ്യും. അമോണിയ ലിവറിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് യൂറിയ ആയിട്ട് മാറും. യൂറിയ നമ്മുടെ ശരീരത്തിൽ കിഡ്നി ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നതായിരിക്കും. അളവിൽ കൂടുതൽ മസിൽസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം മെറ്റബോളിക് വേസ്റ്റ് ശരീരത്തിൽ ഉണ്ടാവുന്നത് കൂടുതലായിരിക്കും. ശരീരത്തിലെ ഈ സ്കെൽറ്റൽ മസിൽസിന്റെ സൈസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഓർഗൻസ് വലുതാവത്തൊന്നുമില്ല. നമ്മുടെ ശരീരത്തിലെ ഒരു ലാർജർ മസിൽ സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഓർഗൻ സിസ്റ്റം കുറച്ചും കൂടെ ഹാർഡായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഈ മസിൽസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള അവരുടെ എക്സ്ട്രാ സപ്ലിമെന്റേഷൻ, അനാബോളിക് സ്റ്റിറോയിഡ്സിന്റെ യൂസേജ്, ഇതെല്ലാം ശരീരത്തിൽ ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഓർഗൻസ് ഒക്കെ ഇങ്ങനെ പിടിപ്പത് പണിയെടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവരുടെ കോമ്പറ്റീഷൻ ടൈം ആവുന്നത്. ഇവരുടെ ഈ പ്രിപ്പറേഷൻ വീക്കിന്റെ സമയത്തുള്ള ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട്സ്, ഡീഹൈഡ്രേഷൻ ഇഷ്യൂസ്, എക്സ്ട്രീം ആയിട്ടുള്ള ഡയറ്റ്സ്, ഷ്രെഡഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ലെസ് വാട്ടറിന്റെ ഒക്കെ ഇതൊക്കെ ബ്ലഡ് തിക്കനിങ് ഇഷ്യൂസ് ഉണ്ടാക്കും. ഇതൊക്കെ നമ്മുടെ കിഡ്നിക്കും ലിവറിനും ഒക്കെ കൊടുക്കുന്ന ഒരു ഹൈ സ്ട്രെസ് ആണ്. ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ്.